മറുനാടൻ ഷാജൻ CPM സംസ്ഥാന സെക്രട്ടറി ആരാവണം എന്നുള്ളതിനെ കുറിച്ച് സർവേ നടത്തിയിരുന്നു. KPCC പ്രസിഡന്റ് K സുധാകരൻ വേണോ അതോ ഷാഫി പറമ്പിൽ വേണോ എന്ന് ഷാജൻ സർവേ നടത്തിയിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ വേണോ അതോ പാണക്കാട് മുനവറയിൽ തങ്ങളായാൽ മതിയോ അതോ MK മുനീർ ആയാൽ പോരെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഷാജൻ സർവേ നടത്തിയിരുന്നു. ഇല്ല എന്നത് വ്യക്തമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാവണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ഭരണഘടന പ്രകാരം അതിലെ അംഗങ്ങളാണ്. അപ്പോൾ ഒരു പാർട്ടി അതിന്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ അതിന്റെ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു ചാനലിന് അല്ലെങ്കിൽ ഒരു വാർത്താ മാധ്യമത്തിന് എങ്ങനെയാണ് അതിന്റെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഒരു സർവേ നടത്താനും കഴിയുക? അതിൽ എത്രത്തോളം പേർ പാർട്ടി അംഗങ്ങളുണ്ടെന്ന് എങ്ങനെയാണ് ഉറപ്പുവരുത്താൻ കഴിയുക? എത്ര പേരിൽ നിന്നാണ് ആ സർവേ നടത്തുന്നത്? തികച്ചും അശാസ്ത്രീയവും അനുചിതവുമായ ഒരു നടപടിയാണിത്. ഇതിനർത്ഥം ഷാജൻ ഒരു സർവേ നടത്തിയിട്ടുണ്ടാകില്ല. പകരം BJPയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി അതാത് കാലഘട്ടങ്ങളിലെ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ട് വിമതന്മാരെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ പ്രകീർത്തിക്കുന്ന, പുകഴ്ത്തുന്ന അല്ലെങ്കിൽ അവർക്ക് അമിതമായ പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഷാജൻ സ്കറിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്.